ഒരു ആശ്വാസ വാർത്ത നിലമ്പൂരിൽ നിന്ന് വരുന്നുണ്ട്. നേരത്തെ ക്ഷേത്രോത്സവത്തിന് എത്തിച്ചപ്പോൾ ഇടഞ്ഞ ആനയെ തളച്ചു. സ്കൂട്ടർ ഉൾപ്പെടെ എടുത്തെറിഞ്ഞ ആന ജനവാസ മേഖലകളിലേക്കൊക്കെ തന്നെ ഓടി പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. അരുൺ അമർനാഥ് ചേരുന്നുണ്ട്. അരുൺ, ആനയെ തളച്ചു. എത്ര നേരം ഇങ്ങനെ പ്രകോപനം ഉണ്ടാക്കി? മറ്റെന്തെങ്കിലും നാശനഷ്ടമോ മറ്റോ അറിയുന്നുണ്ടോ? ആരെയും പ്രതീക്ഷയും സൂചിപ്പിച്ചതുപോലെ തന്നെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ ആനയെ തളയ്ക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ആനയെ ഇപ്പോൾ ബന്ധിച്ചിട്ടുണ്ട്. ആനയുടെ ആദ്യ കാലിൽ ചങ്ങലയിട്ടു. ശേഷം ഇപ്പോൾ ആനയെ ഇവിടെ ബന്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരം. ഏറെ ആശങ്കയുണ്ടാക്കിയ ഒരു സാഹചര്യമായിരുന്നു. കാരണം ഇത്തരത്തിൽ പോക്കറ്റ് റോഡിലൂടെ ആന ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആനയെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ചും ആളുകൾ ഒരുപാടുള്ള ഒരു മേഖലയാണ്. അങ്ങനെ പോലീസ് സ്ഥലത്തെത്തി കൃത്യമായ ഒരു ക്രമീകരണം നടത്തി ആന പാപ്പാന്മാരുടെ നിയന്ത്രണത്തിലാക്കി ആനയെ ആക്കാൻ പറ്റി. അതിനുശേഷമാണ് ഇപ്പോൾ ആനയെ തളച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യം ആനയെ തളയ്ക്കാൻ ഒരു ശ്രമം നടത്തിയപ്പോൾ അവിടെ നിന്ന് ആന ഒരു മതിൽ കെട്ടിടവും പൊളിച്ച് വീണ്ടും വരണ്ട് ഓടുകയാണ്. അതാണ് ഏറെ ഒരു ഭീതി ഉണ്ടാക്കിയത്. പിന്നീട് വീണ്ടും പാപ്പാന്മാരുടെ സംഘം കൃത്യമായി തന്നെ ആനയെ വരുതിയിലാക്കി ഇപ്പോൾ പൂർണ്ണ നിയന്ത്രണത്തിലാക്കി തളച്ചിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായ വാർത്ത. ഈ നിലമ്പൂരിലെ മാരിയമ്മൻ കോവിലാണ് ഈ ആനയെ ക്ഷേത്ര ഉത്സവ എഴുന്നള്ളിപ്പിനായി കൊണ്ടുവന്നിരിക്കുന്നത്. ബ്രഹ്മണീയം ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന ആനയാണ് ഇത്തരത്തിൽ ഇടഞ്ഞത്. അവിചാരിതമായി തന്നെയായിരുന്നു. തളച്ചു. ഇനി ഉത്സവത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ ആനയെ? സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇത്തരത്തിൽ ആന ഒരു പ്രകോപനവും ഇല്ലാതെ തന്നെ ഇത്തരത്തിൽ ആന വിരണ്ടോടിയ ഒരു സാഹചര്യത്തിൽ ഇനി ഈ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ചടങ്ങിലേക്ക് ആനയെ പങ്കെടുപ്പിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എന്തായാലും നമുക്ക് ലഭിക്കുന്ന സൂചന. അത് തന്നെയായിരിക്കും എന്തായാലും ഏറ്റവും സുതാര്യം എന്നുള്ളത് തന്നെയാണ് ഒരു വിലയിരുത്തലാണ് ക്ഷേത്ര കമ്മിറ്റി എല്ലാം തന്നെയുള്ളത്. അതുകൊണ്ട് ഇനിയുള്ള ചടങ്ങുകളിലൊന്നും ഈ ആനയെ പങ്കെടുപ്പിക്കാനുള്ള സാധ്യത, ആനയെ തിരികെ കൊണ്ടുപോകാനുള്ളത് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഏകദേശം 2 മണിക്കൂറോളം നീണ്ട ഒരു പരിശ്രമത്തിനൊടുവിൽ ഏറെ ആശങ്കയുണ്ടാക്കിയ ഒരു സാഹചര്യത്തിന് വിരാമമായി കുത്തിമറിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ? അതായത് ആളുകൾക്ക് ആർക്കും പരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പിന്നെ സ്കൂട്ടറുകളും ബൈക്കുകളും ആനയ്ക്ക് മുന്നിൽ കണ്ട അത്തരത്തിലുള്ള വൈദ്യുതി പോസ്റ്റ് ഉൾപ്പെടെ ആന തകർത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. 2 സ്കൂട്ടർ ഏകദേശം ആന തകർത്തു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആന വിരണ്ടോടിയ ആ മേഖലയിലൊക്കെ ചെറിയ തരത്തിലുള്ളൊരു നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലും അപ്പുറത്തേക്ക് ആർക്കും പരിക്കില്ലാതെ എന്തായാലും ആശ്വാസകരമായി ശ്രമകരമായി ആനയെ എന്തായാലും തളയ്ക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ഡോക്ടർമാരൊക്കെ പരിശോധന നടത്തുകയാണല്ലേ? അതെ, അത്തരത്തിലുള്ള പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അല്പസമയത്തിനകം തന്നെ കടക്കും. അത്തരത്തിലുള്ള ചുമതലയുള്ള ഉദ്യോഗസ്ഥരും ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പോലീസിന്റെ വിന്യാസവും സ്ഥലത്തുണ്ട്. മതപ്പാടോ മറ്റോ ആനയാണോ? നേരത്തെ എങ്ങനെ എവിടെയെങ്കിലും ആ വിവരമാണ് നേരത്തെ തന്നെ നമ്മൾ ആരാഞ്ഞത്. അതാണ് പ്രധാനമായും അറിയേണ്ടത്. ആനയുടെ മുൻകാല ഹിസ്റ്ററി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും അല്പസമയത്തിനകം വ്യക്തമാക്കാമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇത്തരത്തിലൊരു ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ആന അത്തരത്തിലൊരു പ്രശ്നങ്ങളോ പ്രകോപനമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിചാരിതമായി തന്നെയാണ് ഇത്തരത്തിൽ വിരണ്ട് ഓടിയത് എന്നുള്ളതാണ് നേരത്തെയൊക്കെ നമുക്ക് ലഭിച്ച വിവരം. ആരോഗ്യവാനാണ്. അപ്പൊ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒക്കെ വനം വകുപ്പിന്റേതായിട്ട് ഉണ്ടോ? അത്തരത്തിൽ ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ പരിശോധന നടത്തുകയാണ്. നേരത്തെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉള്ള ആന ഉൾപ്പെടെ ഉണ്ടോ എന്നുള്ള കാര്യം, ഇതിന്റെ പ്രീവിയസ് ഹിസ്റ്ററി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തായാലും വ്യക്തത വരേണ്ടതുണ്ട്. പ്രതീക്ഷ, അതായത് ഈ ആനയെ എന്തെങ്കിലും പ്രകോപിപ്പിച്ച രീതിയിലോ മറ്റോ എന്തെങ്കിലും അങ്ങനെ അന്തരീക്ഷമോ ഈ ഘട്ടത്തിൽ നമുക്ക് അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ലഭിച്ചു. അത്തരത്തിലുള്ള ഒരു പ്രകോപനമൊന്നും ഉണ്ടായതില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ആദ്യം മുതൽ തന്നെ ലഭിച്ചത്. അവിചാരിതമായി ഈ ആന ഇടയുകയായിരുന്നു. ആനയെ എഴുന്നള്ളിപ്പിനായി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും വഴിയാണ്, ഈ ബന്ധിച്ച സ്ഥലത്ത് നിന്ന് കൊണ്ടുപോകും വഴിയാണ് ആന ഇത്തരത്തിൽ പെരുമാറിയത്. യാതൊരു പ്രകോപനവും ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ക്ഷേത്ര ഭാരവാഹികളുടെ അടുത്ത് നിന്ന് ഇപ്പോൾ നമുക്ക് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രതികരണം.